യെസ്, വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം. അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഇത് പാർട്ട് 2 ആണ്. എറർ സ്പോട്ടിംഗ് മാസ്റ്റർ ക്ലാസിന്റെ പാർട്ട് 1 കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കാണാതെയാണ് ഈ വഴി വന്നിട്ടുള്ളതെങ്കിൽ ദയവ് ചെയ്ത് പോസ് ചെയ്ത് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തിരികെ വരിക കേട്ടോ. ചില നിയമങ്ങളെ പറ്റി കുറച്ചും കൂടി ക്ലാരിറ്റിയോടും വ്യക്തതയോടും കൂടി നമ്മൾ സംസാരിച്ചിരിക്കുന്നത് പാർട്ട് 1-ലാണ്. സോ പാർട്ട് 1-ൽ ഏകദേശം 18ഓളം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലെ. അപ്പം ഇത് എന്തുകൊണ്ട് അതിന്റെ ഭാഗമാക്കിയില്ല എന്ന് ചോദിച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു സെപ്പറേറ്റ് പാർട്ട് 2 പോലെ ഇറക്കാമെന്ന്. ഓക്കെ, യെസ്. അപ്പൊ 18ഓളം ചോദ്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെയാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. മൂവിങ് ഓൺ ടു ദ 19th ക്വസ്റ്റ്യൻ. സ്ക്രീനിലേക്ക് നോക്കുക, ചോദ്യം വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. യെസ്, എവിടെയാണ് എറർ വരുന്നത്? ബി ആണോ, സി ആണോ, എ ആണോ, ഡി ആണോ? ലെറ്റ്സ് ചെക്ക്. ഓക്കെ, സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ ടേം വി ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഓൺ പോയട്രി. സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ ടേം ആരംഭിച്ചത് മുതൽ ഇന്നേ വരെ ഞങ്ങൾ ഒരുപാട് സമയം പോയട്രിയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഭൂതകാലത്ത് ഒരു പ്രത്യേക പോയിന്റിൽ തുടങ്ങിയ ഒരു പ്രവർത്തനം അത് വർത്തമാന കാലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ഒരു പ്രവർത്തനം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു സെന്റൻസിൽ സിൻസോ ഫോറോ ഒക്കെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് ഏത് ടെൻസിൽ പറയണം? ഒന്നെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് പറയണം, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയണം. യെസ്, നമുക്കൊരു ടൈം ലൈൻ വരച്ചാലോ? യെസ്, ഇതാണ് ടൈം ലൈൻ. ഇത് ടൈം ഓഫ് സ്പീക്കിംഗ് ആണ്, അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. യെസ്, ഇത് പാസ്റ്റ് ആണ്. ഈ ഒരു ഭാഗം എന്താണ്? പാസ്റ്റ് ആണ്. യെസ്, ഭൂതകാലത്ത് ഒരു പ്രത്യേക പോയിന്റിൽ എന്തുണ്ട്? ടേം തുടങ്ങി. ദ ടേം സ്റ്റാർട്ടഡ്. യെസ്, അന്ന് മുതല് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെയും സ്പെൻഡിങ് എന്ന് പറഞ്ഞ പ്രവർത്തനം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താ അതിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീന് പ്ലസ് ING. ഇവിടെ ഏതാണോ കിടക്കുന്നത്? അല്ല, ഇവിടെ ഇത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. അപ്പൊ അത് പറ്റില്ല. സിൻസ് ഒക്കെ വന്നതുകൊണ്ട് ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറയുന്നത് കൊണ്ട് എന്തുവരും? വി ഹാവ് ബീൻ സ്പെൻഡിങ് എന്ന് വരും കേട്ടോ. വി ഹാവ് ബീൻ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഓൺ പോയട്രി. കിട്ടിയില്ലേ? അതിന്റെ കാരണം കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ചോദ്യം. മെനി പീപ്പിൾ പ്രിഫർ ടു ഈറ്റ് അറ്റ് ഹോം ദാൻ ടു ഡൈൻ ഔട്ട്. Dine out at restaurants because it is often more economical and comfortable. അങ്ങനെയാണ് അല്ലെ. ധാരാളം ആൾക്കാര് പുറത്തു പോയി കഴിക്കുന്നതിനേക്കാൾ താല്പര്യപ്പെടുന്നത് എന്താണ്? വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നതാണ്. കാരണം എന്താ? അത് വളരെ കംഫർട്ടബിൾ ആണ്, മാത്രമല്ല ചീപ്പും ആണ് അല്ലെ. അധികം വലിയ പൈസ കൊടുക്കേണ്ടി വരില്ല. ഇപ്പൊ നമ്മൾ പുറത്തു പോയി കഴിക്കുകയാണെങ്കിലും മിനിമം ഒരു ചായം കടി കഴിക്കുകയാണെങ്കിൽ പോലും അത് 50-ന് മുകളിൽ രൂപയാകും അല്ലെ. അത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. യെസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രിഫർ എന്ന വാക്ക്. പ്രിഫർ, ഇതെന്തിനാ ഈ പ്രിഫർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? നമ്മുടെ താല്പര്യങ്ങളെ കുറിച്ച് കാണിക്കാൻ അല്ലെ, താല്പര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ പ്രിഫർ യൂസ് ചെയ്യുമ്പോ നമ്മൾ പ്രിഫറിന്റെ കൂടെ ദാൻ അല്ല ടു ആണ് ഉപയോഗിക്കുക. പ്രിഫർ ടു എന്നാണ് വരിക. അതൊരു കൊളോക്കേഷൻ ആണ് കേട്ടോ. പ്രിഫർ ടു നമ്മള് നമ്മുടെ ഡിഗ്രി ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കും അല്ലെ, +2 +1 പ്രവേശനത്തിനൊക്കെ കൊടുക്കും, നമ്മൾ പ്രിഫറൻസ് കൊടുക്കും അല്ലെ. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യമാണ്. അത് കാണിക്കുന്ന വെർബാണ് അത് പ്രിഫർ. അപ്പൊ പ്രിഫറിന്റെ കൂടെ ടു ആണ്. യെസ്, പ്രിഫർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ, ഒരു സിമ്പിൾ സെന്റൻസ് എഴുതാം. ഐ പ്രിഫർ ടീ ടു കോഫി. എന്താ ഇതിന്റെ അർത്ഥം? കോഫിയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ചായയാണ്. അപ്പൊ പ്രിഫർ എന്ന വാക്കിന് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു നൗൺ എഴുതുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം എഴുതുക. ശേഷം രണ്ടാമത് ടു വെച്ചിട്ട് വേണം ഇഷ്ടം കുറഞ്ഞ കാര്യത്തെ പറ്റി സംസാരിക്കാൻ കേട്ടോ. ഇവിടെ കണ്ടോ, ഐ പ്രിഫർ ടീ ടു കോഫി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
സോ അതാണ് അവിടുത്തെ തെറ്റ്. പലരും ഈ പ്രിഫറിന്റെ കൂടെ ദാൻ ഉപയോഗിക്കാറുണ്ട്, അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. 21, ദിസ് ഹോസ്പിറ്റൽ കംപ്രൈസസ് ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ ട്രെയിൻഡ് സ്റ്റാഫ് ഫോർ എമർജൻസി സർവീസസ്. അവിടെ ആരൊക്കെയുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ആൻഡ് അതർ ട്രെയിൻഡ് സ്റ്റാഫും ഉണ്ട് അല്ലെ. നോക്കൂ, അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ കംപ്രൈസസ് എന്ന വാക്കാണ് അല്ലെ, കംപ്രൈസസ് എന്ന വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്രൈസസിന്റെ മീനിങ് എന്താ? ഇൻക്ലൂഡിങ് എന്നാണ് കംപ്രൈസസിന്റെ മീനിങ്. അപ്പൊ കംപ്രൈസസിന്റെ കൂടെ ഓഫ് വേണ്ട, അത് റിഡൻഡന്റ് ആണ്. പലപ്പോഴും നമ്മൾ തെറ്റുവരുത്തുന്ന ഒരു മേഖലയാണ്. കംപ്രൈസിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? എന്ന ഒരു പൂർണ്ണത വരട്ടെ എന്ന് വിചാരിച്ച് ഓഫും കൂടി ചേർക്കാറുണ്ട്, അത് തെറ്റാണ്. കംപ്രൈസ് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന, അതിനാൽ തന്നെ അർത്ഥപൂർണമായ ഒരു വെർബാണ്. അതിന്റെ കൂടെ എന്ത് വേണ്ട? ഓഫ് വേണ്ട. ഫോർ എക്സാമ്പിൾ, ദ ടീം comprises 10 players. Comprises of എന്ന് പറഞ്ഞിട്ടില്ല. The team comprises 10 players. That means അതിൽ 10 ആൾക്കാരുണ്ട്, 10 players ഉണ്ട് എന്നർത്ഥം. Okay. Yes. അങ്ങനെയാണെങ്കിൽ 22, an 8 years old girl has made this beautiful painting for the school exhibition. ഈ ഒരു സ്കൂൾ എക്സിബിഷന് വേണ്ടിയിട്ട് ഈ മനോഹരമായ പെയിന്റിംഗ് തയ്യാറാക്കിയത് ഒരു 8 വയസ്സുകാരിയാണ്. ഏതാണ് ഇതിലെ സബ്ജക്ട്? സബ്ജക്ട് അടയാളപ്പെടുത്തിക്കേ. 8 വയസ്സുകാരി പെൺകുട്ടി എന്നാണ് അല്ലെ, അതാണ് സബ്ജക്ട്. ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. യെസ്. ഇവിടെ ഏതാ നൗൺ? ഏതാ? ഗേൾ അല്ലെ. ഈ ഗേൾ എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്നതല്ലേ ബാക്കിയുള്ള വാക്കുകള് അല്ലെ. ഇത്രയും ഭാഗം നോക്കൂ, an 8 years old എന്ന് പറഞ്ഞ ഈ ഭാഗം ആ ഒരു ഗേൾ എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്നതല്ലേ. അപ്പം ഒരുപാട് വാക്കുകള് ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവയെ വിളിക്കും കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. എന്ത് വിളിക്കും? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കോമ്പൗണ്ട് അഡ്ജക്റ്റീവിനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അല്ല, അഥവാ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. സിംഗിൾ യൂണിറ്റ്. അപ്പൊ ഇത് സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവിന്റെ ഉള്ളിൽ വരുന്നതും സിംഗുലർ ഫോം ആയിരിക്കണ്ടേ. അപ്പൊ ഇവിടെ ഇയേഴ്സ് വരുവോ? ഇയേഴ്സ് വരുവോ? ഇല്ല. ഇയർ എന്ന് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇയർ, ഇയർ, നോട്ട് ഇയേഴ്സ്. അപ്പൊ ഇതാണ് കേട്ടോ, നമുക്ക് എന്ത് വേണ്ട? എസ് വേണ്ട. an 8 year old girl. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നീളമുള്ള ബ്രേക്ക് എന്ന് എങ്ങനെ പറയും? A 10-minute long break. സി കണ്ടോ? ഇതെന്താണ്? 10 minutes എന്ന് പറയോ? ഇല്ല. കാരണം ഇതൊരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. എന്തിനെ വിശേഷിപ്പിക്കുന്നു? ബ്രേക്ക് എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്ന കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. സിംഗിൾ യൂണിറ്റ് ആയതുകൊണ്ട് സിംഗുലർ ഫോം യൂസ് ചെയ്യണം. 10 minutes എന്ന് പറയില്ല കേട്ടോ. an 8 year old girl. യെസ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. My father, though old, goes everywhere by foot. എൻ്റെ അച്ഛൻ കുറച്ച് പ്രായമായാൽ പോലും, പ്രായമുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും? എല്ലായിടത്തും നടന്നേ പോകത്തുള്ളൂ. എല്ലായിടത്തും നടന്നേ പോകത്തുള്ളൂ. അങ്ങനെ കാൽനടയായിട്ട് സഞ്ചരിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ഫ്രേസ് ഏതാണ്? ബൈ ഫൂട്ട് ആണോ? അല്ല, ഓൺ ഫൂട്ട് ആണ് കേട്ടോ. ഓൺ ഫൂട്ട്. നമ്മൾ കാൽനടയായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് പറയുമ്പോഴേ ഓൺ ഫൂട്ട് ആണ് ഉപയോഗിക്കുക, ബൈ ഫൂട്ട് അല്ല. നമ്മൾ ബൈ കാർ, ബൈ ട്രെയിൻ അങ്ങനെ പറയും. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ കൂടെ ബൈ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കാൽനടയായിട്ട് പോകുമ്പോൾ ഓൺ ഫൂട്ട് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. യെസ്. ബാക്കിയുള്ളിടത്തൊന്നും വരുന്നില്ല. ഫാദർ സിംഗുലർ. യെസ്, സിംഗുലർ വേർബ്. ഇതൊക്കെ കറക്റ്റ് ആണ്. ഇവിടൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ പിന്നെന്ത് നോക്കണം? പ്രിപ്പോസിഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കണം. നമ്മൾ അങ്ങനെയാണ് എറർ സ്പോട്ടിങ്ങിൽ ആദ്യം നോക്കേണ്ടത് എന്താണ്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കറക്റ്റ് ആവുന്നുണ്ടോ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റും വെർബും ഒക്കെ ഒത്തൊരുമയിലാണോ പോകുന്നതെന്ന് ആദ്യമേ ചെക്ക് ചെയ്യാം. പിന്നെന്ത് ചെക്ക് ചെയ്യണം എന്നറിയോ? ടെൻസ് ചെക്ക് ചെയ്യുക. ആ ടെൻസ് റെലവന്റ് ആയിട്ടാണോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്?
അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഒക്കെ കറക്റ്റ് ആണോ? ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആർട്ടിക്കിളുകൾ, വെർബുകൾ, സോറി നമ്മുടെ പ്രിപ്പോസിഷൻസ് തുടങ്ങിയ സാധനങ്ങൾ തുടങ്ങിയ കോൺസെപ്റ്റ്സ് ശരിയായിട്ടാണോ ഉപയോഗിക്കുന്നത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഓൺ ഫുട്ട് ആണ് വരിക. The best known leader among them were Mahatma Gandhi, Sardar Patel and Jawaharlal Nehru. ആരൊക്കെയാ നേതാക്കള്? മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ ആൻഡ് ജവഹർലാൽ നെഹ്റു. കണ്ടോ, സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ വെർബ് പ്ലൂരലാണ്, അപ്പൊ സബ്ജക്റ്റും പ്ലൂരൽ ആയിരിക്കണ്ടേ? അപ്പം ലീഡർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? നേതാവ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റ് പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് അവിടെ മഹാത്മാഗാന്ധി മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ലീഡർ എന്ന് പറയാറുണ്ട്. ഇത് ഒരുപാട് 3ഓളം നേതാക്കളെ പരാമർശിക്കുന്നുണ്ട്. അപ്പം ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ലീഡേഴ്സ് എന്നാക്കണം, ലീഡേഴ്സ്. അപ്പം എറർ ഒളിഞ്ഞു കിടക്കുന്നത് 1ാമത്തെ ഭാഗത്തിലാണ്. ലീഡേഴ്സ് എന്ന് മാത്രം വന്നാലേ വെർബിനോട് എഗ്രിമെന്റ് ഉണ്ടാവുകയുള്ളൂ, സബ്ജക്ട് കോംപ്ലിമെന്റിനോടും എഗ്രിമെന്റ് ഉണ്ടാവുകയുള്ളൂ. ഈ ഭാഗം സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ പ്ലൂരലാണ്. ഇത് പ്ലൂരൽ, സബ്ജക്ട് കോംപ്ലിമെന്റ് പ്ലൂരൽ ആണ്, വെർബ് പ്ലൂരൽ ആണ്. സോ സബ്ജക്ട് എന്താവണം? പ്ലൂരൽ ആയിരുന്നിരിക്കണം. അപ്പം ലീഡേഴ്സ്. ക്ലിയർ? 25. The doctor says that the patient will recover in few days. കുറച്ച് ദിവസത്തിനകം റിക്കവർ ആകും അല്ലെ? അങ്ങനെ കുറച്ച് ദിവസങ്ങൾ എന്ന് കാണിക്കുമ്പോഴേ ഇവിടെ എല്ലാം കറക്റ്റ് ആണ്. സേസ് ദാറ്റ് ദ പേഷ്യന്റ് വിൽ റിക്കവർ. ഇവിടെ നോക്കിയേ, ഇൻ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസത്തിനുള്ളിൽ നിന്നാണ്. പക്ഷെ പുള്ളി പറഞ്ഞു വന്നപ്പോൾ ചെറിയൊരു തെറ്റ് സംഭവിച്ചു. ഈ ഫ്യൂ വിത്തൗട്ട് എ നെഗറ്റീവ് മീനിങ് ആണ്. പുള്ളി പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പം ഈ എ ഇല്ലാത്ത ഫ്യൂ ഉപയോഗിച്ചാൽ അത് നെഗറ്റീവ് മീനിങ് ആണ്, നെഗറ്റീവ് കനോട്ടേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പാടില്ല? ഫ്യൂ മാത്രം പാടില്ല. ഫ്യൂവിന്റെ കൂടെ എന്ത് വേണം? എയും കൂടി വന്നാൽ മാത്രമേ അതിന് പോസിറ്റീവ് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് വേണം? ഇൻ എ ഫ്യൂ ഡേയ്സ് എന്ന് പറയണം. എ ഫ്യൂ എന്ന് പറഞ്ഞാല് പോസിറ്റീവ് മീനിങ് ആണ്. കുറച്ച് എന്നൊരർത്ഥം, പോസിറ്റീവ് മീനിങ്. പോസിറ്റീവ് മീനിങ്. ക്ലിയർ? ഒരു എക്സാമ്പിൾ എഴുതാം ഇവിടെ. രണ്ട് സെന്റൻസുകൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യെസ്, ഒന്നാമത്തെ നോക്കിയേ, ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എനിക്ക് തീരെ ഫ്രണ്ട്സ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞത് മാറിപ്പോയി. അദ്ദേഹം ഉദ്ദേശിച്ചത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷെ ഫ്യൂ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് എന്താ അതിന്റെ അർത്ഥം? എനിക്ക് തീരെ ഫ്രണ്ട്സ് ഇല്ല, നെഗറ്റീവ് മീനിങ് ആണ്. ഓക്കെ, താഴെ കറക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് എ ഫ്യൂ, പോസിറ്റീവ് മീനിങ്. എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് തിരിച്ചു മറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ബി കെയർഫുൾ. 26. A period of 6 years have elapsed since I last saw her. എന്താണ് elapsed എന്ന് പറഞ്ഞ വെർബിന്റെ അർത്ഥം? പാസ്ഡ് എന്നാണ് കേട്ടോ. 6 വർഷത്തെ ഒരു കാലയളവ് അങ്ങ് കഴിഞ്ഞുപോയി, ഞാൻ അവളെ അവസാനം കണ്ടിട്ട്. അതിനുശേഷം 6 വർഷങ്ങള് കഴിഞ്ഞുപോയി. പാസ്റ്റ് എന്നാണ് ലാപ്സ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം. യെസ്, ഇവിടെ നോക്കിയേ, എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? സിൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പ്രസന്റ് പെർഫെക്റ്റിലാണ്. സബ്ജക്ട് പ്ലസ് ഹാവ്. സബ്ജക്ട് ഏതാ ഇതിനകത്തെ? സബ്ജക്ട്. സെന്റൻസ് എങ്ങനെയാ തുടങ്ങുന്നത്? ഇവിടെ വെർബ് പ്ലൂരൽ ആണ്, പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ സബ്ജക്ട് നോക്കിക്കേ, നമ്മൾ 6 വർഷത്തെ കാര്യമാണോ യഥാർത്ഥത്തിൽ? 6 വർഷങ്ങളെ കുറിച്ചാണോ പറയുന്നത്?
അല്ല. നിങ്ങൾ ആ സെന്റൻസ് കറക്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 6 വർഷങ്ങളെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ടല്ല പരാമർശിക്കുന്നത്, മറിച്ച് 6 വർഷങ്ങളുടെ ഒരു കാലയളവ്, ആ കാലയളവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ സബ്ജക്ട് എ പീരീഡ് എന്ന് തുടങ്ങുന്നത് കൊണ്ട് സിംഗുലർ ആണ്. 6 വർഷങ്ങളെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ടല്ല പറയുന്നത്, 6 വർഷങ്ങളുടെ കാലാവധി, ഒറ്റ കാലാവധി അല്ലുള്ളൂ, എ പീരീഡ് അല്ലുള്ളൂ. അപ്പൊ സിംഗുലർ സബ്ജക്ട്. അപ്പൊ സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ വെർബ് പ്ലൂരൽ വരുവോ? വെർബ് പ്ലൂരൽ വരുവോ? നമ്മൾ SVA പഠിച്ചിട്ടില്ലേ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. എന്താണ് സിംഗുലർ സബ്ജക്ട്? സിംഗുലർ വെർബ്. അപ്പം സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് ഹാവ് വരില്ല, ഹാസ്. ഓക്കെ. സിംഗുലർ എ പീരീഡ് ഓഫ് തുടങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ഈ പീരീഡ് ഓഫ് ഇല്ലാതെ 6 years എന്ന് മാത്രമായിരുന്നെങ്കിൽ വി കുഡ് ഹാവ് യൂസ്ഡ് ഹാവ്, നമുക്ക് ഹാവ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ പീരീഡ് ഓഫ് വന്നതുകൊണ്ട് the subject became singular. So in order to agree with the subject, the verb also has to be singular. has വരും കേട്ടോ അവിടെ. ഓക്കെ. യെസ്. His need for affection stemmed from his father's long absence. സ്നേഹത്തിന് വേണ്ടി, അഫെക്ഷൻ എന്ന് പറഞ്ഞ സ്നേഹം എന്നാണ് കേട്ടോ, സ്നേഹം. സ്നേഹത്തിനായുള്ള അവന്റെ ഒരു ആശ, അവന്റെ ഒരു ആഗ്രഹം, അത് എവിടുന്നാണ് മുളച്ചു വരുന്നത്? അവൻ അച്ഛനില്ലാതെ വളർന്ന ഒരു കുട്ടിയാണ് അല്ലെ. ഫാദറിന്റെ ലോങ് ആബ്സെൻസ് ഉണ്ടാവുന്ന ഒരു തരം സ്നേഹത്തോടുള്ള ഒരു നീഡ്. ഇവിടെ സബ്ജക്ട് ഏതാ? അവന്റെ ആവശ്യമല്ലേ, ഇതല്ലേ സബ്ജക്ട്. അവന് ഒരാവശ്യമല്ലേ ഉള്ളൂ. ഇപ്പൊ സബ്ജക്ട് എന്താ? സിംഗുലർ. സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പം സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള അവന്റെ ഒരു ആവശ്യം, അല്ല അവന്റെ ഒരു നീഡ്, ദർ ഇസ് ഓൺലി വൺ നീഡ്, അത് സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സിംഗുലർ സബ്ജക്ട്. ഇപ്പം വെർബ് എങ്ങനെയാ കിടക്കുന്നത്? സ്റ്റെം എന്ന് പറഞ്ഞ വെർബ് മുളയ്ക്കുക അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. സ്റ്റെം എന്ന് പറഞ്ഞാൽ ഒറിജിനേറ്റ് എന്നാണ്. ഒറിജിനേറ്റ്, ഉത്ഭവിക്കുക എന്നൊക്കെ, അല്ലെ മുളയ്ക്കുക, ഉത്ഭവിക്കുക, ഒറിജിനേറ്റ്. സ്റ്റെം പ്ലൂരൽ ആണ്. അപ്പൊ അതിനെ സിംഗുലർ ആക്കാൻ സ്റ്റെംസ് എന്ന് വേണം കേട്ടോ. സ്റ്റെംസ്. ഇപ്പോഴാണത് സിംഗുലർ ആകുന്നത്. യെസ്, സ്റ്റെംസ്. His need for affection stems, singular. Okay. 28. Students are likely to work on the evenings, during the weekends or summer breaks. അല്ലെ, കുട്ടികൾ സാധാരണ വൈകുന്നേരങ്ങളിൽ ഓൺ ദ ഈവനിങ്സ് പറയോ? ഓൺ അല്ല, ഇന്നാണ്. വൈകുന്നേരങ്ങളിൽ നിന്ന് കാണിക്കാൻ ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ് എന്നൊക്കെയാണ്. പാർട്സ് ഓഫ് ദ ഡേ ഇല്ലേ, ഒരു ദിവസത്തിന്റെ ഭാഗങ്ങൾ, അതിന്റെ കൂടെ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഇൻ ദ മോർണിംഗ്, യെസ്, ഇന്നാണ്, ഓൺ അല്ല. ഓൺ എവിടെ ഉപയോഗിക്കുന്ന വെച്ചാൽ ദിവസങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡേറ്റുകളൊക്കെ വരുമ്പോഴാണ് ഓൺ ഉപയോഗിക്കുക. പാർട്സ് ഓഫ് ദ ഡേയുടെ കൂടെ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂണിനൊക്കെ കൂടെ ഇന്നാണ് വരിക കേട്ടോ. ഇൻ. യെസ്. The children left the playground one after one. സി, കുട്ടികൾ എല്ലാരും കൂടി 4 മണിക്കത്തെ സ്കൂൾ ബെല്ല്, ലോങ് ബെല്ല് അടിച്ചു പാടാൻ കൂട്ടുകോട്ട് ഓടിയതാണോ? അല്ല, ഓരോരുത്തരായിട്ടാണ് ഈ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് പോയത് അല്ലെ, ലെഫ്റ്റ് ആയത്. ഓക്കെ. 1 at a time അല്ലെ, ഓരോരുത്തരായിട്ടാണ് പോയത്. അങ്ങനെ പറയുമ്പോ 1 after 1 എന്നല്ല, 1 after another. ഇതാണ് ഇതിന്റെ കറക്റ്റ് വരിക കേട്ടോ. 1 after another എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ചോയ്സ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം, 1 by 1 എന്ന് പറഞ്ഞാലും
ശരി തന്നെയാണ്, രണ്ടും ശരിയാണ് കേട്ടോ. പക്ഷെ ഒരിക്കലും 1 after 1 എന്ന് പറയില്ല, ഒന്നെങ്കിൽ 1 after another അല്ലെങ്കിൽ 1 by 1. ഓക്കെ, യെസ്, ഓരോരുത്തരായിട്ട് 1 at a time എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ. They will leave the office at 6 and reach at home by 7. ഓഫീസിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങും, വീട്ടിൽ എത്ര മണിയാകുമ്പോൾ എത്തും? 7 മണിയാകുമ്പോൾ എത്തും. വീട്ടിലെത്തുക, അവിടെ റീച്ച് എന്ന് പറഞ്ഞ വെർബാണ്. ഈ റീച്ച് എന്ന് പറഞ്ഞ വെർബിന്റെ അർത്ഥം ഓൾറെഡി അതെന്താണ്, എന്താ സൂചിപ്പിക്കുന്നത്? ഓൾറെഡി റീച്ച് എന്ന് പറഞ്ഞ വെർബ് എന്താ സൂചിപ്പിക്കുന്നത്? അറൈവൽ അറ്റ് എ പ്ലേസ്. അപ്പൊ ഈ അറ്റ് വീണ്ടും വേണോ? വേണ്ട. നമ്മൾ അങ്ങനെ റീച്ചിന്റെ കൂടെ അറ്റ് ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് തെറ്റാണ്. റീച്ചിന്റെ കൂടെ എന്ത് വേണ്ട? അറ്റ് വേണ്ട. ഐ റീച്ച്ഡ് ഹോം അല്ലെങ്കിൽ ദേ വിൽ റീച്ച് ഹോം എന്ന് മാത്രം മതി, അറ്റ് വേണ്ട കേട്ടോ, അറ്റ് വേണ്ട. കാരണം ഓൾറെഡി ഇതെന്താണ്? അറൈവൽ അറ്റ് എ പ്ലേസ് എന്നാണ് ഈ റീച്ച് എന്ന വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ എക്സ്ട്രാ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കണ്ട? അറ്റ് ഉപയോഗിക്കണ്ട. The verb reach doesn't require the preposition at. Okay. Mothers keep on to encouraging their children to study. അമ്മമാർ അങ്ങനെയാണ് അല്ലെ, എപ്പോഴും മക്കളോട് എന്ത് പറയും? പഠിക്കടാ പഠിക്കടാ എന്ന് പറയും. മറ്റാരും അങ്ങനെ നിരന്തരമായിട്ട് പറയാറില്ല. നിരന്തരം നമ്മളിങ്ങനെ മുറപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെ പഠിക്കാൻ. യെസ്, അവിടെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, കീപ്പ് ഓൺ, ഈ വെർബ് പരിചയമുണ്ടോ? ഈ കീപ്പ് ഓൺ എന്നുള്ളത് ഒരു ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബാണ്. എന്താ അതിന്റെ അർത്ഥം? കണ്ടിന്യൂ ഡൂയിങ് സംതിങ് എന്നാണ് അല്ലെ ഫ്രേസൽ വെർബ് കീപ്പ് ഓൺ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കീപ്പ് ഓണിന് ശേഷം എപ്പോഴും ING ഫോം ഓഫ് ദ വെർബാണ്. അപ്പൊ അത് പ്രകാരം അവിടെ എന്ത് വേണ്ട? ടു വേണ്ട. കീപ്പ് ഓൺ എൻകറേജിങ്. കീപ്പ് ഓണിന് ശേഷം ING ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മറ്റൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ, she kept on, അവൾ തുടർന്നു. എന്താ തുടർന്നത്? അവൾ തുടർന്നു. എന്താ തുടർന്നത്? വർക്കിംഗ് ഫോർ അവേഴ്സ്, മണിക്കൂറുകളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ തുടർന്നു. ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ് ഫോർ അവേഴ്സ്. ഓക്കെ, അപ്പം കീപ്പ് ഓണിന്റെ പാസ്റ്റ് ആണ്. അപ്പൊ അതിനുശേഷം എന്താണ്? ING ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ING വരണം. ഒരിക്കലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റില്ലേ 2 + ING അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ പൊതുവെ വരാറുണ്ടോ? സാധാരണയായിട്ട് വരാറുണ്ടോ? ഇല്ല. ഇവിടെ 2 + V1 ഒക്കെ ആണെങ്കിൽ ഓക്കെ, യെസ്. എന്നിരുന്നാലും അത് കറക്റ്റ് ആവില്ല. എന്നാലും ഓക്കെ, ടു എൻകറേജിങ് ഒരിക്കലും വരില്ലല്ലോ. Ravi Shankar's performance was given a standing ovation by the people who has come to hear him. അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, രവിശങ്കറിന്റെ പെർഫോമൻസ്, എല്ലാവരിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടി. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത്രയ്ക്ക് മനോഹരമായ പെർഫോമൻസ് ആയിരുന്നിരിക്കാം. യെസ്. ആരുടെ കയ്യിൽ നിന്ന് ഈ അഭിനന്ദനം കിട്ടിയത്, ഈ സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടിയത്? ആൾക്കാര്. ഏതാൾക്കാര്? ഹു ഹാസ് കം ടു ഹിയർ ഹിം അല്ലെ, അവനെ കേൾക്കാൻ വന്നിട്ടുള്ള, അല്ല അവന്റെ പെർഫോമൻസ് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടി എന്നാണ് പറയുന്നത്. ഇതാരാ? റിലേറ്റീവ് പ്രോനൗൺ. ഇത് റിലേറ്റീവ് പ്രോനൗൺ ആണെന്നറിയാം. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കും. റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കും. അപ്പം നിങ്ങൾ ഇത് കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട, പറഞ്ഞു തരാം.
ഈ റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ ഓൾറെഡി പാർട്ട് 1 പറഞ്ഞതാണ്. ഹൂ, ദാറ്റ്, വിച്ച്, ഹൂസ്, ഇതൊക്കെയാണ്, അല്ലെ ഹൂം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. എന്തിനാ അത് ഉപയോഗിക്കുന്നത്? ഒരു നാമത്തോടോ പ്രോനൗണിനോടോ അതിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ കാര്യം ചേർത്ത് വെക്കാനാണ് റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നൗണിനോടാണോ ചേർത്ത് വെക്കുന്നത് ആ നൗണിനൊത്ത വെർബായിരിക്കണം റിലേറ്റീവ് ക്ലോസിലേത്. അപ്പൊ നമ്മൾ നോക്കുക, റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട്. റിലേറ്റീവ് പ്രോനൗണിന്റെ ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ റിലേറ്റീവ് പ്രോനൗണിന്റെ അടുത്ത് കിടക്കുന്ന നൗൺ ഏതാ നോക്കുക. ഇവിടെ ഏതാ? പീപ്പിൾ എന്ന് പറഞ്ഞ നൗണാണ്. അതെന്തൊരു നൗണാ? പ്ലൂരൽ നൗണാണ് അല്ലെ. അപ്പൊ നമ്മുടെ നിയമം എന്താ? ചേർത്ത് വെക്കുന്നത് എന്തിനോടാണോ അതിന്റെ സ്വഭാവം പോലെ ഇരിക്കണം ഈ റിലേറ്റീവ് ക്ലോസിലെ വെർബിന്റെ സ്വഭാവവും. കാരണം നമ്മൾ ചേർത്ത് വെക്കുന്ന ആള് പ്ലൂരലാണ്. അപ്പം ഇത് പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിനോട് ചേർത്ത് വെക്കുമ്പോ ഇതിനുള്ളിലെ വെർബ് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണ്ടേ. അപ്പൊ ഏതാണ്? ഹാവ് ആണ് വരിക, ഹാസ് അല്ല. കിട്ടിയോ? ക്ലിയർ? യെസ്. അപ്പൊ അതാണ് അതിനകത്ത് ഇത്. റിലേറ്റീവ് ക്ലോസ് ശ്രദ്ധിക്കുക, ചേർത്ത് വെക്കുന്ന നൗണിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഇവിടെ സിംഗുലർ ആണെങ്കിൽ ഇവിടുത്തെ വെർബ് സിംഗുലർ, ഇത് പ്ലൂരൽ ആണെങ്കിൽ ഇവിടുത്തെ വെർബ് പ്ലൂരൽ. ഓക്കെ. റിലേറ്റീവ് ക്ലോസ്, റിലേറ്റീവ് പ്രോനൗൺ തുടങ്ങിയ കോൺസെപ്റ്റ്സ് കുറച്ചും കൂടി വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞുതരാൻ കുറച്ച് പരിമിതിയുണ്ട്, നമുക്ക് മറ്റു ചോദ്യങ്ങളും കൂടി ചെയ്തു തീർക്കണല്ലോ. അപ്പൊ അതൊന്നും കൂടി നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അത് തെറ്റുവരുത്തുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. 33. The receptionist gave us much informations which we needed. നമുക്ക് ആവശ്യമായ വിവരങ്ങൾ തന്നു എന്നാണ് അല്ലെ. സി, ഇൻഫർമേഷൻ എന്ന നൗൺ നമുക്കറിയാം, ഇറ്റ്സ് an uncountable noun. എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പം ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു നൗൺ അൺകൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ ഓർത്തു വെക്കുക, അത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ദേ ആർ ഓൾവേസ് സിംഗുലർ. സോ ഇത്രമാത്രം ആലോചിക്കുക, അൺകൗണ്ടബിൾ നൗൺസ് ആർ ഓൾവേസ് സിംഗുലർ. ദേ ഡു നോട്ട് ഹാവ് എ പ്ലൂറൽ ഫോം. അവയ്ക്ക് എന്തില്ല? പ്ലൂറൽ ഫോം ഇല്ല. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. ഇൻഫർമേഷൻ എന്ന് മാത്രം പറയുക. ഇൻഫർമേഷൻ. ഒരുപാട് അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് പരിചയമുണ്ട് അല്ലെ. വാട്ടർ, ജ്യൂസ്, ടീ, കോഫി, എവിഡൻസ്, അക്കോമഡേഷൻ, നോളജ്, ഫർണിച്ചർ, അങ്ങനെ ഒരുപാട് ധാരാളം അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്. ഇവയ്ക്ക് എന്തില്ല? പ്ലൂറൽ ഇല്ല. അപ്പൊ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ജസ്റ്റ് സേ ഇൻഫർമേഷൻ, ദാറ്റ്സ് ഇനഫ് കേട്ടോ. മച്ച് കറക്റ്റ് ആണ്. ഇൻഫർമേഷൻസ് എന്ന് മാത്രമാണ് ഇവിടെ തെറ്റ് കേട്ടോ. ഇൻഫർമേഷൻ അത്ര മതി. യെസ്. ഓക്കെ. യെസ്. 34. People are wanting to see the home team win the game. അതൊന്ന് പറയാമോ? ഇത് നിങ്ങളെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. അത് എന്തുകൊണ്ട് കൊടുക്കുന്ന തരത്തിൽ എന്ന് പറയാൻ കാരണം, എല്ലാരും എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഒരു ഭാഗം അവിടെ ഒഴിവാക്കും, നേരെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ഇവിടെ നോക്കിയ ടീം സിംഗുലർ, വിന്ന് പ്ലൂരൽ. അപ്പം ഇതിവിടെ ഒരു തെറ്റാന്ന് വിചാരിക്കും. പക്ഷെ ബേസിക്കലി ഇത് തെറ്റല്ല, ഇത് ശരിയാണ്. നമ്മുടെ സ്വാഭാവിക ചിന്ത പ്രകാരം നമ്മൾ ആ ടീം സിംഗുലർ അല്ലേ, അപ്പൊ കൂടെ വരുന്ന വെർബും സിംഗുലർ ആവേണ്ടത് കൊണ്ട് വിന്നെന്ന് പറയില്ല, വിൻസ് എന്ന് പറയും. പക്ഷേ അതൊറ്റ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ നിൽക്കുന്നത്? അല്ല, അത് ഈ ഒരു കൺസ്ട്രക്ഷന്റെ ഭാഗമാണ്. അതെന്തുകൊണ്ട്? ഇത് ശരിയാണ്, ഇവിടെ വിന്നെന്ന് വന്നത് ശരിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് പറഞ്ഞു തരാം. ഈ സി എന്ന വെർബ് കണ്ടോ? സി, ഇതൊരു, നമ്മളതിനെ വിളിക്കും verb of perception എന്ന് വിളിക്കും. സി മാത്രമല്ല, കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഉണ്ട്. സി, വാച്ച്, ഹിയർ, ഫീൽ, ഇതൊക്കെ verbs of perception ആണ്. അപ്പം ഇതിന് ശേഷം ഉപയോഗിക്കുന്ന സെക്കൻഡ് വെർബ് അത് വിത്തൗട്ട് ടു ആയിരിക്കും. അതായത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് എന്താ ബെയർ ഇൻഫിനിറ്റീവ്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവിനെയാണ് എന്ത് വിളിക്കുക? ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതൊരു verb of perception ആണ്. ഇതുപോലെ മറ്റ് വെർബുകളും ഉണ്ട്. സീ, വാച്ച്, ഹിയർ, ഫീല്. ഓക്കെ. അപ്പം നമ്മുടെ നിയമം എത്രയേ ഉള്ളൂ?
ഇതേപോലെ ഒരു verb of perception ഒരു സെന്റൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുശേഷം രണ്ടാമത് വരുന്ന വെർബിന്റെ കൂടെ എന്ത് വേണ്ട, ടു വേണ്ട, അത് ബെയർ ഇൻഫിനിറ്റീവ് അഥവാ V1 ഫോമിൽ തന്നെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് സി എന്ന വെർബിന് ശേഷം വിൻ എന്ന സെക്കൻഡ് വേർബ്, ഇതല്ലേ സെക്കൻഡ് വേർബ്, അത് ഉപയോഗിക്കുമ്പോ V1 എന്ന ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ ഇതേ രീതിയിൽ ഒന്ന് എഴുതാം. Yes, I saw him cry. എന്താ അതിന്റെ അർത്ഥം? I saw him cry. അപ്പൊ ഇത് തെറ്റാൻ തോന്നും, ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. ഞാൻ കണ്ടു. എന്ത്? അവൻ കരയുന്നത് ഞാൻ കണ്ടു. അവൻ കരയുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഈ സോ എന്ന് പറയുന്നത് ഈ സീയുടെ ഇതല്ലേ, സീയുടെ ഇതല്ലേ. അപ്പൊ ഇതെന്താണ്? വേർബ് ഓഫ് പെർസെപ്ഷൻ, VP എന്നുകൊണ്ട് സൂചിപ്പിക്കാം, വേർബ് ഓഫ് പെർസെപ്ഷൻ. അപ്പൊ അതിനുശേഷം രണ്ടാമത് ഉപയോഗിക്കുന്ന സെക്കൻഡ് വേർബ് V1-ലായിരിക്കണം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ അല്ല തെറ്റ്, ഈ ഭാഗം ശരിയാണ്, ഇത് ശരിയാണ്, ഈ ഭാഗം ശരിയാണ്. എന്നാൽ നേരെ ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഫസ്റ്റ് പാർട്ട് നോക്കിയേ. പീപ്പിൾ ആർ വാണ്ടിങ്. ഈ വാണ്ട് എന്ന് പറഞ്ഞ വെർബ് ഇംഗ്ലീഷിൽ ധാരാളം ക്രിയകളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ വേർബ്സ് ഓഫ് പെർസെപ്ഷൻ കണ്ടു. പൊതുവെ ക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് കയ്യും കാലും ഒക്കെ ഉപയോഗിച്ച്, അല്ലെ, നമ്മുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. കളിക്കുക, നിൽക്കുക, അല്ലെ, അങ്ങനെയുള്ള വെർബുകൾ, തിന്നുക തുടങ്ങിയ വെർബുകൾ. യെസ്. പക്ഷെ അതല്ലാതെയും വെർബുകളില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ബോധം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് അല്ലെ, നമ്മുടെ മനസ്സിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതും പ്രവർത്തനങ്ങളല്ലേ. ആ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുമെന്നറിയോ? സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് വിളിക്കും. സ്റ്റാറ്റീവ് വേർബ്സ്. അതിനകത്ത് എന്തൊക്കെ വരും? നമ്മുടെ ഇമോഷൻസ് വരും, ഫീലിങ്സ് വരും, ഉടമസ്ഥത സൂചിപ്പിക്കുന്ന വെർബുകൾ വരും. ഇതൊക്കെ എന്താണ്? അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്, സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന വെർബുകളാണ്. ഏതൊക്കെ? ഈ ഇമോഷൻസ്, ഫീലിങ്സ്, പൊസിഷൻ. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതിന്റെ കാരണം നിങ്ങൾ തെറ്റിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾസ്: വാണ്ട്, ലൈക്ക്, ഹേറ്റ്, ഡിസയർ. ഓ, അത് മുഴുവൻ പോയോ? ഓക്കെ, അത് മായ്ച്ചു പോയി കേട്ടോ. അപ്പൊ നേരത്തെ എഴുതിയത് ശ്രദ്ധിക്കുക. യെസ്, ഇവിടെ തൊട്ട് തുടങ്ങാം. അപ്പൊ എറർ പാർട്ട് ഇവിടെയാന്ന് മനസ്സിലായി. വാണ്ട് ഞാൻ പറഞ്ഞു സ്റ്റാറ്റീവ് വേർബ് ആണ്. അപ്പൊ അതിലാർക്ക് വരും? നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, പിന്നെ ഉടമസ്ഥത സൂചിപ്പിക്കുന്ന അല്ലേ, പൊസഷൻ. ഇപ്പൊ എക്സാമ്പിൾസ് എഴുതുമ്പോ ലവ്, വാണ്ട്, ഹേറ്റ്, ലൈക്ക്, belong, hope, know, understand. ബിലീവ്, എക്സെട്ര. അങ്ങനെ പോകും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഈ സ്റ്റാറ്റീവ് വേർബ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നോ ING ഫോം. They are not used in the continuous form. കണ്ടിന്യൂസ് ഫോമിൽ എന്ത് ഉപയോഗിക്കില്ല? സ്റ്റാറ്റീവ് വേർബ്സിൽ ഉപയോഗിക്കില്ല. അപ്പം പീപ്പിൾ ആർ വാണ്ടിങ് എന്ന് പറയില്ല, പീപ്പിൾ വാണ്ട്. പീപ്പിൾ വാണ്ട് എന്ന് വരും കേട്ടോ. യെസ്. അപ്പം ഈ പറഞ്ഞ വെർബുകളാണ് സ്റ്റാറ്റീവ് വേർബ്സ്. അതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കില്ല? അതെന്തിൽ ഉപയോഗിക്കില്ല? ING ഫോമിൽ അഥവാ കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കില്ല. വാണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം ഐ ആം വാണ്ടിങ് എ കാർ എന്ന് പറയോ? ഇല്ല, ഐ വോണ്ട് എ കാർ അല്ലേ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മറ്റു വെർബുകളും ഉണ്ട്. അപ്പൊ അത് മറ്റേതെങ്കിലും സോഴ്സ് നോക്കിയിട്ട് നിങ്ങൾ അത് പൂർത്തിയാക്കുക. അപ്പൊ ഇത്രമാത്രം മനസ്സിലാക്കുക, സ്റ്റാറ്റീവ് വേർബ്സിന് ING ഫോം ഇല്ല. യെസ്. അവസാനത്തെ ചോദ്യം,
He was elected as chairman of the college. ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെയുള്ള വെർബ് ഏതാ? വെർബ് ഏതാ? ഇലക്ട് ചെയ്യാന്നാണ് അല്ലെ? ഇതാണ് വെർബ്. അപ്പം ഇലക്ട് എന്ന വെർബിന്റെ കൂടെ ആസ് വേണ്ട. അപ്പം ഇതാണ് എറർ ഉള്ള പാർട്ട്. ആസ് വേണ്ട കേട്ടോ. ആസ് ഉപയോഗിക്കരുത്. ഏത്? ഇലക്ട് എന്ന വെർബിന് ശേഷം ആസ് ഉപയോഗിക്കരുത്. അതാണ് തെറ്റ്. അപ്പൊ നമ്മളൊരു ഭംഗിക്ക് ആസ് ഉപയോഗിക്കാറുണ്ടല്ലേ ഇലക്ടിന് ശേഷം. ഓക്കെ, അപ്പം 18 തുടങ്ങി 19 മുതൽ 35 വരെയുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പം ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് പറഞ്ഞ അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ട വിഷയങ്ങളും റൂൾസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്.